വെൽക്കം ടു സ്റ്റഡി ടൈം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ഏതുവരെയാണ്? 10ാം ക്ലാസ്സിലെ ജോഗ്രഫി പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് പഠിക്കുന്നത്. സ്പീഡ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് വിൻഡ് ആർ ഇൻഫ്ലുവൻസ്ഡ് മെയിൻലി ബൈ ടു ഫാക്ടർ. ഏതൊക്കെ ഫാക്ടറാണ്? പ്രഷർ ഗ്രേഡിയൻറ്റ് ഫാക്ടറും ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും. മർദ്ദചരിവ്, പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മർദ്ദചരിവും ഫ്രിക്ഷണൽ ഫോഴ്സ് കർഷണവുമാണ് കാറ്റിൻ്റെ വിൻഡിൻ്റെ സ്പീഡ് വേഗതയും ഇൻറ്റൻസിറ്റി തീവ്രതയും സ്വാധീനിക്കുന്ന രണ്ട് ഘടകങ്ങൾ. ആദ്യം നമുക്ക് നോക്കാനുള്ളത് പ്രഷർ ഗ്രേഡിയൻറ്റ്. മർദ്ദചരിവ് അല്ലെങ്കിൽ പ്രഷർ ഗ്രേഡിയൻറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പ്രഷർ ഓവർ എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. തിരശ്ചീനമായുള്ള സ്ഥലത്തെ മർദ്ദത്തിലുള്ള വ്യത്യാസമാണ് പ്രഷർ ഗ്രേഡിയൻറ്റ്. ഇഫ് ദർ ഈസ് നോ കൺസിഡറബിൾ ചേഞ്ച് ഇൻ പ്രഷർ ബിറ്റ്വീൻ നിയർ ബൈ പ്ലേസ്. അടുത്തടുത്തുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ പ്രഷറിൽ മധ്യത്തിൽ കാര്യമായ വ്യത്യാസമുണ്ടെങ്കിൽ, കൺസിഡറബിൾ ചേഞ്ച് എന്ന് പറഞ്ഞാൽ കാര്യമായ വ്യത്യാസമുണ്ടെങ്കിൽ, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഹൈ പ്രഷർ ഗ്രേഡിയൻറ്റ്. എങ്കിൽ അവിടെ എന്താണ് കാണിക്കുന്നത്? അവിടെ ഹൈ പ്രഷർ ഗ്രേഡിയൻറ്റ്, ഉയർന്ന മർദ്ദചരിവാണുള്ളത്. എന്നാൽ ഇഫ് ദർ ഈസ് നോ കൺസിഡറബിൾ ഡിഫറൻസ് ഓഫ് പ്രഷർ ഓവർ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, തിരശ്ചീനമായ സ്ഥലങ്ങൾ തമ്മിൽ കാര്യമായ മർദ്ദവ്യത്യാസം, അടുത്തടുത്ത രണ്ട് തിരശ്ചീനമായ സ്ഥലങ്ങൾ തമ്മിൽ മർദ്ദവ്യത്യാസത്തിൽ കാര്യമായ വ്യത്യാസമില്ലെങ്കിൽ, ഇറ്റ് ഈസ് സെഡ് ടു ബി ലോ. അവിടെ എന്താ? പ്രഷർ ഗ്രേഡിയൻറ്റ് കുറവായിരിക്കും. അടുത്തടുത്ത രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ മർദ്ദത്തിൽ പ്രഷറിൽ വ്യത്യാസമുണ്ടെങ്കിൽ അവിടെ ഹൈ പ്രഷറും, വ്യത്യാസമില്ലെങ്കിൽ എവിടെ ലോ പ്രഷറുമായിരിക്കും. രണ്ട് പിക്ചർ തന്നേക്കുന്ന കണ്ടില്ലേ? ആദ്യത്തേത് കുറച്ച് ദൂരെയുള്ള സ്ഥലങ്ങളാണ്, ചരിഞ്ഞ ഹൊറിസോണ്ടലായിട്ടുള്ള രണ്ട് സ്ഥലങ്ങൾ. ആദ്യത്തേൽ 1004 മില്ലി ബാറും 1002 മില്ലി ബാർ, 1000 മില്ലി ബാർ, 998 മില്ലി ബാർ. ഇതിൽ ഏത് സ്ഥലത്താണ് pressure gradient? Analyze the pattern of isobars given below and find out where the winds are strong. ഇതിൽ ഏത് സ്ഥലത്താണ് കാറ്റ് കൂടുതൽ സ്ട്രോങ് എന്നാണ് പറയുന്നത്? At the place where there is high pressure gradient, winds will be stronger. ഹൈ പ്രഷർ ഗ്രേഡിയൻ്റ് ഉള്ള സ്ഥലത്താണ് എന്ത്? കാറ്റുകൾ സ്ട്രോങ് ആവുന്നത്. അപ്പോൾ ഈ രണ്ട് പിക്ചറിൽ ആദ്യത്തിൽ പ്രഷർ ഗ്രേഡിയൻ്റ് വലിയ വ്യത്യാസമില്ല, 2 മില്ലി ബാർ തമ്മിൽ വ്യത്യാസമുള്ളൂ. ആദ്യത്തെ ലോ പ്രഷർ കാണിക്കുന്ന സ്ഥലത്ത് ലോ പ്രഷറും ഹൈ പ്രഷറും കാണിക്കുന്നു. അതിൽ 998 മില്ലി ബാർ, താഴെ 1000 മില്ലി ബാർ, 1002 മില്ലി ബാർ, 1004, 2 മില്ലി ബാർ തമ്മിൽ വ്യത്യാസമുള്ളൂ. അടുത്തല്ലോ 998, 1000, 1002, 1004, 1006, 1008, 1008. ഈ സ്ഥലങ്ങൾ തമ്മിൽ എന്താ? മർദ്ദത്തിൽ കാര്യമായ വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ടാമത്തെ പിക്ചറിലാണെന്ത്? പ്രഷർ ഗ്രേഡിയൻറ്റ് ഹൈ ആയതുകൊണ്ട് ഈ രണ്ടാമത്തെ പിക്ചറിലാണ് കാറ്റ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത്. അതിന് കാരണം എന്താ? പ്രഷർ ഗ്രേഡിയൻറ്റിന് കൂടുതൽ എവിടെ? രണ്ടാമത്തെ പിക്ചറിലാണ്. ദി ഫ്രിക്ഷൻ കാസ്ഡ് ബൈ hills, mountains, forests and man-made structures will obstruct the free flow of wind. കർഷണം, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ കർഷണം. കാസ്ഡ് ബൈ ഹിൽസ്, ആരൊക്കെ ചെലുത്തുന്ന കർഷണം? ഹിൽസ്, കുന്നുകൾ, മൗണ്ടെയിൻസ്, പർവ്വതങ്ങൾ, ഫോറസ്റ്റ്, കാടുകൾ, ആൻഡ് മാൻമെയ്ഡ് സ്ട്രക്ചർ, മനുഷ്യ നിർമ്മിതികൾ, വിൽ ഒബ്സ്ട്രക്ട് ഫ്രീ ഫ്ലോ ഓഫ് വിൻഡ്. ഇവയെല്ലാം എന്താ? കാറ്റിനെ ചെറുക്കുന്നു. അപ്പോൾ കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുക, ചരിഞ്ഞ് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ്സ് ഓഫ് എയർ ആണെന്ത്? കാറ്റ്. അപ്പോൾ കാറ്റ് ഇങ്ങനെ വീശുമ്പോൾ വനമുള്ളിടത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? കാറ്റിൻ്റെ വേഗത കുറയും. അതുപോലെ കുന്നുള്ളിടത്ത് വരുമ്പോൾ അതൊരു തടസ്സമായിട്ട് നിൽക്കും. കെട്ടിടങ്ങൾ ഉള്ളിടത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? അതൊരു തടസ്സമായിട്ട് നിൽക്കും. മൗണ്ടെയിൻസ് ഉള്ളിടത്ത് എന്ത് ചെയ്യും? ഇവിടെ എല്ലാം എന്താ? ഈ ഹിൽസും മൗണ്ടെയിൻസും ഫോറസ്റ്റും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവരൊരു ഫ്രിക്ഷൻ, ഒരു കർഷണം അതിൽ കാറ്റിന് നേരെ ചുമത്തുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? കാറ്റിൻ്റെ സുഗമമായ വേഗതയെ എന്ത് ചെയ്യുന്നു? ഇത് തടസ്സപ്പെടുത്തുന്നു. വിൻഡ്സ് ആർ കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ ഓവർ ഓഷൻസ് ദാൻ ഓവർ കോണ്ടിനെൻറ്റ്സ്. വൈ? എന്തുകൊണ്ടാണ്? അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓഷൻസിൽ, സമുദ്രങ്ങളിൽ
കാറ്റ് കൂടുതൽ സ്ട്രോങ് ആണ്. എന്നാൽ കോണ്ടിനെൻസിനെ അപേക്ഷിച്ച് സമുദ്രങ്ങളിൽ കാറ്റ് കൂടുതൽ സ്ട്രോങ് ആണ്. എന്താണ് കാരണം? അവിടെ ഒരു ഫ്രിക്ഷൻ, ദി ഫ്രിക്ഷൻ കാസ്ഡ് ബൈ ഹിൽസ്, മൗണ്ടൻസ്, ഫോറസ്റ്റ് ആൻഡ് മാൻമെയ്ഡ് സ്ട്രച്ചസ് വിൽ ഒബ്സ്ട്രക്ട് ഫ്രീ ഫ്ലോ ഓഫ് വിൻഡ്. കോണ്ടിനെൻസിൽ എന്തുണ്ട്? ഫോറസ്റ്റ് ഉണ്ട്, ഹില്ലുകളുണ്ട്, മൗണ്ടെയിൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കർഷണം ചെലുത്തുന്നു. എന്നാൽ ഓഷൻസിൽ അങ്ങനെയുണ്ടോ? പ്രൈമറിലി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആൻസർ എഴുതാം. വിൻഡ്സ് ആർ കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ ഓവർ ഓഷൻസ് ദാൻ ഓവർ കോണ്ടിനെൻറ്റ്. Primarily due to less friction over the smoother water surface of the greater temperature difference between water and land, leading to stronger pressure gradient, reduced friction. എന്താണ് കാരണം? അവിടെ ലെസ് ഫ്രിക്ഷൻ ആണ്, കർഷണം കുറവാണ്. അതുകൊണ്ട് തന്നെ സ്മൂത്തായിട്ട് വാട്ടറിൻ്റെ, സമുദ്രത്തിൻ്റെ ഉപരിതലത്തിലൂടെ, ജലത്തിൻ്റെ ഉപരിതലത്തിലൂടെ എന്ത് ചെയ്യുന്നു? കാറ്റിന് സ്മൂത്തായിട്ട് കടന്നു പോകുന്നു, എളുപ്പം കടന്നു പോകുന്നു. കൂടാതെ അവിടെ എന്താ? പ്രഷർ ഗ്രേഡിയൻ്റ് എന്താണ്? പ്രഷർ ഗ്രേഡിയൻ്റ് കൂടുതലാണ്. ദി ഗ്രേറ്റർ ടെമ്പറേച്ചർ ഡിഫറൻസ് ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ലാൻഡ് ലീഡിങ് ടു സ്ട്രോങ്ങർ പ്രഷർ ഗ്രേഡിയൻ്റ്. വാട്ടറും ലാൻഡ് തമ്മിലുള്ള പ്രഷർ ഗ്രേഡിയൻ്റ് കൂടുതലാണ്. ഇത് ഫ്രിക്ഷനെ കുറയ്ക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇവിടെ കാറ്റിൻ്റെ വേഗത കൂടുതലാണ്. അവിടെ തടസ്സപ്പെടുത്താൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ കാറ്റിന് സുഗമമായിട്ട്, കടലിൽ കാറ്റ് വീശുമ്പോൾ ഭീകരമായ കാറ്റാണ് വീശുന്നത്. കരയിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ, കരയിൽ നിൽക്കുന്ന ഒരാളിനേക്കാൾ കടലിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് കാറ്റ് കൂടുതൽ സ്ട്രോങ് ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇതാണ് തന്നെ കാരണം. അനിമോമീറ്റർ ആൻഡ് വിൻഡ് വെയിൻ. അനിമോമീറ്റർ ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ദി സ്പീഡ് ഓഫ് വിൻഡ്. അനിമോമീറ്റർ എന്ന് പറഞ്ഞാൽ വിൻഡിന്റെ, കാറ്റിന്റെ വേഗത അളക്കുന്ന, സ്പീഡ് ഓഫ് വിൻഡ് അളക്കുന്ന ഒരു ഉപകരണമാണ് അനിമോമീറ്റർ. ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ വിൻഡ് പെർ അവർ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് യൂസിങ് ദിസ് ഇൻസ്ട്രുമെന്റ്. ഈ ഉപകരണം, അനിമോമീറ്റർ ഉപയോഗിച്ച് ഒരു മണിക്കൂറിൽ എത്ര ദൂരം കാറ്റ് സഞ്ചരിച്ചു എന്ന് കണക്കാക്കാൻ പറ്റും. എന്നാൽ വിൻഡ് വെയിൻ ഈസ് ദ ഇൻസ്ട്രുമെന്റ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. വിൻഡ് വെയിൻ എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ ദിശ അളക്കുന്ന ഉപകരണമാണ്. മാറിപ്പോലെ ഒന്ന് കാറ്റിൻ്റെ വേഗത, എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് കണക്കാക്കുന്നതാണ് അനിമോമീറ്റർ. വിൻഡ് വെയിൻ എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ ഡയറക്ഷൻ അളക്കുന്ന ഉപകരണം. ഇനി നമുക്ക് കാറ്റുകളെ കുറിച്ച് പഠിക്കാം. വിൻഡ്. കാറ്റുകൾ 4 തരത്തിലുണ്ട്. പ്രധാനമായും there are 4 types of വിൻഡ്. 4 ടൈപ്പ് വിൻഡുകളുണ്ട്. ഏതൊക്കെയാ? ഒന്ന് പെർമനന്റ് വിൻഡ്, സ്ഥിരവാദങ്ങൾ, മലയാളത്തിൽ പറഞ്ഞാൽ സ്ഥിരവാദങ്ങൾ. 2 പീരിയോഡിക് വിൻഡ്സ്, മറ്റൊന്ന് കാലിക വാദങ്ങൾ. ലോക്കൽ വിൻഡ്സ്, മൂന്നാമത്തത് ലോക്കൽ വിൻഡ്സ്, പ്രാദേശിക വാദങ്ങൾ. 4മത്തത് വേരിയബിൾ വിൻഡ്സ്, അസ്ഥിര വാദങ്ങൾ. ഈ പേര് വെച്ചതുകൊണ്ട് തന്നെ നമുക്കിതിൽ നിന്ന് ഡെഫിനിഷൻ കണ്ടെത്താൻ പറ്റും. ഏതൊക്കെയാ? പെർമനന്റ് വിൻഡ്, പെർമനന്റ് ആയിട്ടുള്ള കാറ്റുകൾ. പീരിയോഡിക് വിൻഡ്, പീരിയോഡിക് ആയിട്ടുള്ള വിൻഡുകൾ. ലോക്കൽ വിൻഡ്, പ്രാദേശികമായി വീശുന്ന കാറ്റുകൾ. അസ്ഥിരവാദങ്ങൾ അല്ലെങ്കിൽ വേരിയബിൾ വിൻഡ്, അസ്ഥിരവാദങ്ങൾ. ഇവയാണ് പ്രധാനമായ 4 തരം കാറ്റുകൾ. ആദ്യം നമുക്ക് പെർമനന്റ് വിൻഡ് നോക്കാം. The winds blowing constantly over a particular direction throughout the year called permanent wind. സ്ഥിരമായിരിക്കും. ഈ പെർമനന്റ് വിൻഡ് എന്ന് പേര് വരാൻ തന്നെ കാരണം എന്താ? ഒരേ ദിശയിലേക്ക് വർഷം മുഴുവനും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണത് പെർമനന്റ് വിൻഡ്. ഇത് പഠിക്കാൻ നല്ല എളുപ്പമാണ്. ആ പേര് വെച്ച് തന്നെ നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന, സ്ഥിരമായിട്ട് ഒരു വർഷം മുഴുവനും സ്ഥിരമായിട്ട് വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റുകളാണിത് പെർമനന്റ് വിൻഡ്. These winds are known as prevailing winds and planetary wind. ഇതിനെ പറയുന്ന വേറൊരു പേരും ഉണ്ട്. എന്താ? പ്രിവെയിലിംഗ് വിൻഡ് ആൻഡ് പ്ലാനറ്ററി വിൻഡ്. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാരണം? ഒരേ ഡയറക്ഷനിൽ വർഷം മുഴുവനും വീശുന്നത് കൊണ്ടാണ് അവനെ അങ്ങ് വിളിക്കാൻ കാരണം. These winds blow between global pressure belt. ഗ്ലോബൽ പ്രഷർ ബെൽറ്റിന് ഇടയ്ക്കായിട്ടാണ് പെർമനന്റ് വിൻഡ് വീശുന്നത്. അത് നല്ലൊരു പോയിന്റാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കും. ചോദിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് നല്ലൊരു സ്റ്റേറ്റ്മെൻറ്റാണത്. കാരണം
ഇതിലേതെങ്കിലും ഒരു വിൻഡ് തന്നിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിന് ഇടയ്ക്ക് വീശുന്ന വിൻഡ് ഏതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ തന്നിട്ട് അതിൽ നിന്ന് എടുത്തെഴുതാൻ പറയും. ഇതിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിന് ഇടയ്ക്ക് വീശുന്ന വിൻഡ് ഏതെന്ന് ചോദിക്കുക. അപ്പോൾ ഏതാണ്? പെർമനൻ്റ് വിൻഡാണ്. ഗ്ലോബൽ പ്രഷർ ബെൽറ്റിന് ഇടയ്ക്ക് വീശുന്ന വിൻഡാണ് പെർമനൻ്റ് വിൻഡ്. ഇതൊരു ഉദാഹരണമാണ്. ട്രേഡ് വിൻഡ്, വാണിജ്യവാദങ്ങൾ, വെസ്റ്റർലൈൻസ്, പശ്ചിമവാദങ്ങൾ, പോളാർ വിൻഡ്സ് ആർ ദി മേജർ പെർമനൻ്റ് വിൻഡ്. ട്രേഡ് വിൻഡ്സ്, വാണിജ്യവാദങ്ങൾ, വെസ്റ്റർലൈൻസ്, പശ്ചിമവാദങ്ങൾ ആൻഡ് പോളാർ വിൻഡ്സ്, ധ്രുവ കാറ്റുകൾ, പശ്ചിമവാദങ്ങൾ, വാണിജ്യവാദങ്ങൾ ഇവയെല്ലാം പെർമനൻ്റ് വിൻഡിന് ഉദാഹരണമാണ്. ഇവ ഗ്ലോബൽ പ്രഷർ ബെൽറ്റിന് ഇടയിലായിട്ടാണ് വീശുന്നത്. കണ്ടില്ലേ? മുകളിൽ പോളാർ വിൻഡ്സ്, താഴെയും മുകളിലും പോളാർ വിൻഡ്സ്, വെസ്റ്റർലൈൻസ്, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്, ഇതെല്ലാം പെർമനൻ്റ് വിൻഡിന് ഉദാഹരണമാണ്. ഇനി പെർമനൻ്റ് വിൻഡ്സ്, പ്രഷർ ബെൽറ്റ്. ട്രേഡ് വിൻഡിൻ്റെ പ്രഷർ ബെൽറ്റ് ഏതാണ്? ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു ദി ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന് ഇക്വിറ്റോറിയൽ ലോ പ്രഷറിലേക്ക്, ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് ട്രേഡ് വിൻഡ്സ് വീശുന്നത്. അടുത്തത് ഏതാ? പെർമനൻ്റ് വിൻഡിൽ വെസ്റ്റർലൈൻസ്, പശ്ചിമവാദങ്ങൾ. വിൻഡ് ബ്ലോസ് ഫ്രം ദി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു സബ് പോളാർ ലോ പ്രഷർ. ട്രേഡ് വിൻഡ്സ് പോലെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷറിൽ നിന്ന്, ഇനി ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇക്വിറ്റോറിയൽ ലോ പ്രഷർ ആണെങ്കിൽ ഇവിടെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക്, ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലേക്കാണ് വീശുന്നത്. ശരിയല്ലേ? ആ പിക്ചറിൽ നോക്കി, ധ്രുവങ്ങളിലേക്കല്ലേ വീശുന്നത്. ഇനി അടുത്ത പോളാർ ഈസ്റ്റർ ലൈൻസ്. പോളാർ ഈസ്റ്റർ ലൈൻസ് ഏതിലേക്കാ? Wind blows from the polar high pressure belt to subpolar low pressure belt. നോക്കിക്കേ പിക്ചർ, 22ാമത്തെ പേജിലെ പിക്ചർ നോക്കിയേ. പോളാർ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് കാറ്റുകൾ വീശുന്നു. The trade winds are north-east lines in the northern hemisphere and are south-east lines in the southern hemisphere. Why? എന്തുകൊണ്ടാണ് ട്രേഡ് വിൻഡ്സ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നോർത്ത് ഈസ്റ്റർ ലൈൻസിൽ വീശുന്നതും സദേൺ ഹെമിസ്ഫിയറിൽ സൗത്ത് ഈസ്റ്റർ ലൈൻസിൽ വീശുന്നതും എന്ന് ചോദിച്ചിരിക്കുന്നു. കൂടാതെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. Westerlies are comparatively stronger in the southern hemisphere than in the northern hemisphere. Trade winds are northern easterlies in the northern hemisphere and are southeasterlies in the southern hemisphere. ഉത്തരാർദ്ധഗോളത്തിൽ ഉത്തരദിശയിലേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ ദക്ഷിണ ദിശയിലേക്കും ഈ ട്രേഡ് വിൻഡ്സ് വീശുന്നതിന് കാരണം എന്താണ്? ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ്, വടക്ക് കിഴക്ക് വാണിജ്യവാദങ്ങൾ, നോർത്തേൺ ഹെമിസ്ഫിയർ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് ആയിട്ടും സദേൺ ഹെമിസ്ഫിയർ സൗത്ത് ഈസ്റ്റ് വിൻഡ്സ് ആയിട്ടും വീശുന്നു. കാരണം ഡ്യൂ ടു കൊറിയോലിസ് ഇഫക്റ്റ് നിമിത്തമാണ് ഇവ അങ്ങനെ വീശുന്നതിന് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? Westerlies are comparatively stronger in the southern hemisphere than in the northern hemisphere. Westerlies താരതമ്യേന സദേൺ ഹെമിസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു? നോർത്തേൺ ഹെമിസ്ഫിയറിനെ അപേക്ഷിച്ച് സ്ട്രോങ് ആണ്, കൂടുതൽ ശക്തി പ്രാപിക്കുന്നു. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത്? ഓഷൻസിൽ, സമുദ്രങ്ങളിൽ എന്തുണ്ട്?
തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അവിടെ കാറ്റുകൾക്ക് തടസ്സങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കാറ്റിന്റെ ശക്തി കുറയുന്നു. എന്നാൽ സമുദ്രങ്ങളിലാണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു തടസ്സങ്ങളില്ല, ഫ്രിക്ഷൻ കുറവായത് കൊണ്ട് തന്നെ, റെഡ്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോ ഫ്രിക്ഷൻ ആയതുകൊണ്ട് തന്നെ സമുദ്രത്തിൽ തടസ്സമില്ല. അവിടെ എന്ത് ചെയ്യുന്നു, കാറ്റുകൾ കൂടുതൽ വീശുന്നു. അപ്പോൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോണ്ടിനൻസ് ഇല്ല. അതുകൊണ്ടാണ് ദക്ഷിണാർദ്ധ ഗോളത്തിൽ എന്താ, വൻകരകളില്ല. വൻകരകളെല്ലാം തന്നെ ഉത്തരാർദ്ധ ഗോളത്തിലാണ്. വൻകരകളുടെ അഭാവം മൂലം അല്ലെങ്കിൽ വൻകരകളുടെ കുറവ് നിമിത്തമാണെന്ത്, വെസ്റ്റർലൈൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ. ഉത്തരാർദ്ധ ഗോളത്തെ അപേക്ഷിച്ച്, നോർത്തേൺ ഹെമിസ്ഫിയറിനെ അപേക്ഷിച്ച് സതേൺ ഹെമിസ്ഫിയറിൽ സ്ട്രോങ്ങലാണ്. എന്തുകൊണ്ടാണ്, അവിടെ ലാക്ക് ഓഫ് കോണ്ടിനെന്റുകളുടെ അഭാവമാണ്. ധ്രുവപ്രദേശം ദക്ഷിണാർദ്ധ ഗോളത്തിൽ വൻകരകളില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ലെസ് ലാൻഡ്മാൻസ് ഇൻ സതേൺ ഹെമിസ്ഫിയറിൽ ഭൂപ്രദേശങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് അവിടെ കൂടുതലും ധ്രുവപ്രദേശങ്ങളായതുകൊണ്ട് അവിടെ ഫ്രിക്ഷൻ കുറവായത് നിമിത്തം എന്ത് ചെയ്യുന്നു, അവിടെ കാറ്റുകൾക്ക് യഥേഷ്ടം വീശാനുള്ള തടസ്സങ്ങളില്ലാതെ വീശാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ വീശാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, കോണ്ടിനൻസ് ഇല്ലാത്തതും ഫ്രിക്ഷൻ കുറവായതും നിമിത്തം എന്ത് ചെയ്യുന്നു, സതേൺ ഹെമിസ്ഫിയറിൽ വെസ്റ്റേൺ ലൈൻസ് എന്ത് ചെയ്യുന്നു, സ്ട്രോങ്ങർ ആയിട്ട് വീശുന്നു. അടുത്തത് പീരിയോഡിക് വിൻസ്, കാലിക വാദങ്ങൾ. വിൻസ് സബ്ജക്റ്റഡ് ടു പീരിയോഡിക് റിവേഴ്സൽ ഓഫ് ദിയർ ഡയറക്ഷൻ ആർ ടേംഡ് ആസ് പീരിയോഡിക് വിൻസ്. Winds subjected to the periodic reversal of their direction. ഒരു നിശ്ചിത കാലത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്നു. റിവേഴ്സൽ ഓഫ് ദെയർ ഡയറക്ഷൻ ആസ് ടേംഡ് ആസ് പീരിയോഡിക് വിൻഡ്സ്. ഡയോണൽ വിൻഡ്സ് സച്ച് ആസ് ലാൻഡ് ബ്രീസ്, ഇതിന് ഉദാഹരണമാണ് കരക്കാറ്റ്, കടൽക്കാറ്റ്, സീ ബ്രീസ്, മൗണ്ടൻ ബ്രീസ് പർവ്വതക്കാറ്റ്, ആൻഡ് വാലി ബ്രീസ് താഴ്വരക്കാറ്റ്. അതായത് ആ ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആസ് ദി മൺസൂൺ വിൻഡ്സ് വിച്ച് റിപ്പീറ്റ് ഓൺ സമ്മർ ആൻഡ് വിന്റർ ആസ് പീരിയോഡിക് വിൻഡ്സ്. ഇവ എന്ത് ചെയ്യുന്നു, പീരിയോഡിക് ആയിട്ട് ഒന്നുകിൽ അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും, കരയിൽ നിന്ന് കടലിലേക്കും വീശുന്നത് കരക്കാറ്റ്, ലാൻഡ് ബ്രീസ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നു, അത് കടൽക്കാറ്റ്, സീ ബ്രീസ്. അതുപോലെ മൗണ്ടൻ ബ്രീസ്, മൗണ്ടനിൽ നിന്ന് താഴേക്ക് വീശുന്നു. വാലി ബ്രീസ്, വാലിയിൽ നിന്ന് കാറ്റ് വീശുന്നു. അപ്പോൾ ഇതൊരു പീരിയോഡിക് ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്നു. പിന്നെ മൺസൂൺ കാറ്റുകൾ, അവ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വീശുന്നു. പിന്നെ അത് തിരിച്ചു വന്ന് വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്കൻ ദിശയിലേക്കും വീശുന്നു. അങ്ങനെ പീരിയോഡിക് ആയിട്ട് വീശുന്ന കാറ്റുകളെ പറയുന്ന പേരാണ് പീരിയോഡിക് വിൻഡ്സ്. ഉദാഹരണം ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ് ആൻഡ് മൺസൂൺ വിൻഡ്സ്. ലാൻഡ് ബ്രീസ് ആൻഡ് സീ ബ്രീസ്. അപ്പോൾ പീരിയോഡിക് വിൻഡ്സ് ഉൾപ്പെട്ടതാണ് എന്ത്, ലാൻഡ് ബ്രീസും സീ ബ്രീസും, കടൽക്കാറ്റും കരക്കാറ്റും. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ലാൻഡ് ബ്രീസ്? രാത്രി കാലങ്ങളിൽ എന്ത് ചെയ്യുന്നു, ലാൻഡ് ബ്രീസ് രാത്രി കാലങ്ങളിലാണ് വീശുന്നത്. ലാൻഡ് ബ്രീസ് ഒക്കർ ഇൻ നൈറ്റ് ബ്ലോയിങ് ഫ്രം ലാൻഡ് ടു സീ. പകൽ സമയത്ത് കര നന്നായിട്ട് ചൂട് പിടിക്കും, രാത്രി സമയത്ത് കര തണുക്കുമ്പോൾ എന്ത് ചെയ്യും, കരയിൽ നിന്ന്, ലാൻഡിൽ നിന്ന് രാത്രി കാലങ്ങളിൽ കടലിലേക്ക് എന്ത് ചെയ്യുന്നു, കാറ്റ് വീശുന്നതിനെ പറയുന്ന പേരാണെന്ത്, ലാൻഡ് ബ്രീസ്. ലാൻഡ് ബ്രീസ് ഒക്കർ ഇൻ നൈറ്റ് ബ്ലോയിങ് ഫ്രം ലാൻഡ് ടു സീ. ഇനി അങ്ങനെയാണെങ്കിൽ സീ ബ്രീസ് എങ്ങനെയാ പറയുന്നത്? സീ ബ്രീസ് ഒക്കർ ഇൻ ഡേ ടൈം ബ്ലോയിങ് ഫ്രം സീ ടു ലാൻഡ്. പകൽ സമയത്താണ്, പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്ക് വീട്ടുന്ന കാറ്റുകളാണെന്ത്, കരയിലേക്ക് വീശുന്ന കാറ്റുകളാണ് കടൽക്കാറ്റ്. ഈ ഇക്വിറ്റോറിയൽ ലോ പ്രഷർ റീജിയനിൽ ഭൂമധ്യരേഖ ന്യൂനമർദ്ദ പ്രദേശത്ത് ട്രേഡ് വിൻസും നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നുള്ള
നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്നും സതേൺ ഹെമിസ്ഫിയറിൽ നിന്നുമുള്ള ട്രേഡ് വിൻസ് എന്ത് ചെയ്യുന്നു? ഒരുമിക്കുന്നു. കൺവെർജൻസ് ഇൻസ് നോൺ ആസ് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ്. ആ മേഖലയെ അറിയപ്പെടുന്ന പേരാണ് ITCZ. ഇറ്റ് ഷിഫ്റ്റ്സ് വിത്ത് ദി അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ. ഇത് സൂര്യന്റെ അയനമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഈ മൗണ്ടൈൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ് ഇതെല്ലാം എന്തിന് ഉദാഹരണമാണ്? പീരിയോഡിക് വിൻസിന് ഉദാഹരണമാണ്. മൗണ്ടൈൻ ബ്രീസ് മുകളിൽ നിന്ന് താഴേക്ക് പോകുന്നു. ആ പിക്ചർ മാത്രം മതി നമുക്ക് മനസ്സിലാക്കാൻ. ഡ്യൂറിങ് നൈറ്റ് രാത്രി സമയത്ത് എയർ അലോങ് ദി മൗണ്ടൈൻ സ്ലോപ്സ് കൂൾ. മൗണ്ടൈൻ പർവ്വത പ്രദേശത്തെ എയർ എന്ത് ചെയ്യുന്നു? വായു തണുക്കുന്നു. കോൺട്രാക്ട്സ് അത് ഖനീഫവിച്ച് എന്ത് ചെയ്യുന്നു? മൂവ്സ് ഡൗൺ സ്ലോപ്സ്. തണുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിൽക്കുമോ? മുകളിൽ നിന്ന് ഭാരം കൂടുന്ന വസ്തുക്കളെ ഭൂമിയുടെ സെന്ററിലേക്ക് ആകർഷിക്കുന്നു. എന്താണ് അതിന് കാരണം? ഫ്രിക്ഷൻ അല്ല, ഗുരുത്വാകർഷണമല്ല, ഗ്രാവിറ്റേഷനാണ്. അപ്പൊ അത് നിമിത്തം എന്ത് ചെയ്യുന്നു? അത് താഴേക്ക് വരുന്നു. തണുക്കുമ്പോൾ താഴേക്ക് വരുന്നു. ഈ വിൻസിനെ പറയുന്ന പേരാണെന്ത്? മൗണ്ടൻ ബ്രീസ്. മൗണ്ടൻ ബ്രീസ് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? രാത്രി സമയത്ത് വായു തണുത്ത് താഴേക്ക് വരുന്നു. അതിനെ പറയുന്ന പേരാണ് പർവ്വതക്കാറ്റ്. എന്നാ ഇത് നേരെ വിപരീതമാണെന്ത്? വാലി ബ്രീസ്, താഴ്വരക്കാറ്റ്. ഡ്യൂറിങ് ഡേ ടൈം ദി ഹീറ്റിംഗ് by sunlight and rising up of air along the mountain slopes makes the wind blow up slope from the valley. പകൽ സമയത്ത് എന്ത്? ചൂടുപിടിച്ച സൂര്യൻ നിമിത്തം ചൂടുപിടിച്ച വായു ഉയർന്ന് എന്ത് ചെയ്യുന്നു? പർവ്വതത്തിന്റെ മുകളിലേക്ക് പോകുന്നു. മുകളിലേക്ക് പോയിട്ട് സ്ലോപ്സ് മേക്ക് ദി വിൻഡ് ടു ബ്ലോ അപ്പ് സ്ലോപ്പ് ഫ്രം ദി വാലി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? പർവ്വതത്തിന്റെ ചരിവുകളിലൂടെ മുകളിലേക്ക് പോകുന്നു. ഇതിനെ പറയുന്ന പേരാണെന്ത്? വാലി ബ്രീസ്. ഈ വാലി ബ്രീസാണ് മുകളിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നു? പർവ്വതത്തിന്റെ മുകളിൽ ചെന്നിട്ട് തണുത്ത് മൗണ്ടൈൻ ബ്രീസ് ആയിട്ട് താഴേക്ക് വരുന്നു. അതുകൊണ്ടാണ് ഇതിനെ പറയുന്ന പേരെന്ത്? പീരിയോഡിക് വിൻസ്. അതുപോലെ ലാൻഡ് ബ്രീസും സീ ബ്രീസും ഉണ്ട്. അതും അങ്ങോട്ടും ഇങ്ങോട്ടും വീശുന്ന കാറ്റുകളാണ്. അതുകൊണ്ടാണ് അതിനെ പീരിയോഡിക് വിൻസ് എന്ന് പറയുന്നത്. അടുത്തത് മൺസൂൺ വിൻസ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദി ടൈം മൺസൂൺ ഇംപ്ലൈസ് ദി സീസണൽ റിവേഴ്സൽ ഇൻ ദി വിൻഡ് പാറ്റേൺ. കാറ്റിന്റെ ഈ റിവേഴ്സൽ, അങ്ങോട്ട് പോവുകയോ കാറ്റ് തിരിച്ച് അതേപോലെ വരുന്നതിനെയാണ് പറയുന്ന പേരാണെന്ത്? മൺസൂൺ എന്ന് പറയുന്നത്. ഡ്യൂറിങ് സമ്മർ ദി സൗത്ത് ഏഷ്യൻ ലാൻഡ് മാസസ് എസ്പെഷ്യലി ദി ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഗെറ്റ് ഹീറ്റഡ് അപ്പ് ഇന്റൻസ്ലി ആൻഡ് സിവിയർ ലോ പ്രഷർ ഡെവലപ്പ്. സമ്മർ സീസണിൽ വേനൽക്കാലത്ത് സൗത്ത് ഏഷ്യൻ ലാൻഡ് തെക്കേ ഏഷ്യൻ ഭൂപ്രദേശത്ത്, പ്രധാനമായും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഇന്ത്യൻ ഉപദ്വീപിന്റെ പ്രദേശത്ത് അവിടെയുള്ള വായു എന്ത് ചെയ്യുന്നു? ചൂട് പിടിച്ചുയരുന്നു. അപ്പോൾ അവിടെ എന്ത് രൂപപ്പെടുന്നു? ലോ പ്രഷർ രൂപപ്പെടുന്നു. വിൻഡ് ബ്ലോസ് ടുവേർഡ്സ് ദി ലാൻഡ് മാസ് ഫ്രം ദി ഇന്ത്യൻ ഓഷൻ വെയർ കമ്പാരിറ്റീവ്ലി ഹൈ പ്രഷർ പ്രിവെയിൽസ്. കാറ്റ് എന്ത് ചെയ്യുന്നു? ടുവേർഡ്സ് ലാൻഡ് മാസ്, ഇന്ത്യൻ ഓഷനിൽ നിന്ന്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന്, അവിടെ ഹൈ പ്രഷറാണ്. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ ചൂട് പിടിച്ച് ഉയരുന്ന ഈ ഇന്ത്യൻ സബ് കോണ്ടിന്റെ ഭാഗത്തേക്ക് അവിടെ കാറ്റ് എന്ത് ചെയ്യുന്നു? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് വീശുന്നു. ഹൈ പ്രഷറായ സ്ഥലത്ത് നിന്ന് ലോ പ്രഷറായ സ്ഥലത്ത് കാറ്റ് വീശുന്നു. ദീസ് വിൻഡ്സ് ബ്ലോയിങ് അപ്പ് സൗത്ത് വെസ്റ്റ് വിൻഡ്സ് ഡ്യൂ ടു കോറിയോലിസ് കാറ്റ്സ് വൈഡ് സ്പ്രെഡ് റെയിൻഫാൾ ഓൺ എൻറ്ററിംഗ് ദി ലാൻഡ്. ദിസ് ഈസ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഈ കാറ്റ് എന്ത് ചെയ്യുന്നു? സൗത്ത് വെസ്റ്റ് വിൻഡ്സ് ഡ്യൂ ടു കോറിയോലിസ് ഇഫക്റ്റ് കാസസ് വൈഡ് സ്പ്രെഡ് rainfall in entering land. This is south west monsoon. ഈ കാറ്റ് സൗത്ത് വെസ്റ്റ് കൊറിയോലിസ് ബല നിമിത്തം സൗത്ത് വെസ്റ്റ് വിൻഡ്സ് എന്ത് ചെയ്യുന്നു? എവിടെയാണോ കരഭാഗത്ത് ഇന്ത്യൻ ഓഷനിൽ നിന്ന് വരുന്ന ഈ സൗത്ത് വെസ്റ്റ് കൊറിയോലിസിസ് എഫക്റ്റ് നിമിത്തം ഈ സൗത്ത് വെസ്റ്റ് കാറ്റുകൾ എന്ത് ചെയ്യുന്നു? കര തൊടുന്നത് എവിടെയാണോ കരപ്രദേശത്ത് വരുന്നത്, സമുദ്രത്തിൽ നിന്നും കരപ്രദേശത്ത് വരുന്നത്, ആ ഭാഗത്ത് വ്യാപകമായ മഴ ലഭിക്കുന്നു. ഈ കാറ്റിനെ